നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ആ ക്ഷേത്ര ദർശനം നടത്താനായി എത്തുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധനമുള്ള ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രം. കാണിക്കയായി ലഭിക്കുന്ന നിരവധി അമൂല്യ വസ്തുക്കൾ ഇതിനോടകം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സമ്പത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ ആ ക്ഷേത്ര സമ്പത്ത് പരിപാലിക്കുന്നതിൽ ക്ഷേത്ര ഭരണസമിതി അല്ലെങ്കിൽ ക്ഷേത്ര ഭരണത്തിൻ്റെ ചുമതലയുള്ള ദേവസ്വം ബോർഡ് ഇവ വലിയ പരാജയമാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. പലതരത്തിലുള്ള അഴിമതിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള കൊള്ളകളും ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളായി ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആ ആരോപണങ്ങൾക്കൊക്കെ ഇപ്പോൾ അടിസ്ഥാനം നൽകുന്ന ഒരു വാർത്തയാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും വരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഓഡിറ്റിങ്ങിൽ ഗുരുതരമായ പോരായ്മകളാണ് ഇന്ന് കേരള ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത് സംബന്ധിച്ച ഒരു കേസിൻ്റെ വാദവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ഗുരുതരമായ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കേരള ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നു. ഓഡിറ്റിന് ആവശ്യമായ വിവരങ്ങൾ പോലും ലഭിച്ചില്ലെന്നും 43 വർഷമായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. അതീവ ഗൗരവമുള്ള ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ അമൂല്യമായ പല വസ്തുക്കളും ഇത്തരത്തിൽ കാണിക്കയായി ലഭിച്ചേക്കാം. ആ അമൂല്യമായ വസ്തുക്കളെല്ലാം സ്ട്രോങ് റൂമിൽ, ക്ഷേത്രത്തിൻ്റെ വക സ്ട്രോങ് റൂമിൽ കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം സൂക്ഷിക്കേണ്ടതാണ്. അത് വർഷാവർഷം ഓഡിറ്റ് ചെയ്യുകയും ഈ അമൂല്യ വസ്തുക്കളുടെ ലിസ്റ്റ് കൃത്യമായി പരിശോധിച്ച് അമൂല്യ വസ്തുക്കളുമായി നേരിട്ട് പരിശോധിച്ച് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്നുറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ 43 വർഷമായ പരിശോധന ഗുരുവായൂരിൽ നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പോലും പറയുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഗുരുവായൂരിൽ സംഭവിച്ചിരിക്കുന്നത്. സത്യത്തിൽ വലിയ വീഴ്ചയാണ് ദേവസ്വം ബോർഡിന് സംഭവിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഓഡിറ്റിന് പര്യായമായ വിവരങ്ങൾ പോലും നൽകുന്നില്ല. ഏതാണ്ട് നൂറ്റാണ്ടിലേറെയായി ഓരോ വർഷവും നടക്കേണ്ട ഒരു കാര്യമാണ്. ഗുരുവായൂരപ്പന് ആരൊക്കെ എന്തൊക്കെ നൽകിയോ അതെല്ലാം ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലുണ്ട് എന്ന് ഓരോ വർഷവും ക്ഷേത്രം ഭരിക്കുന്ന ആളുകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്നാൽ അത് 43 വർഷമായി നടന്നിട്ടില്ല എന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നു. ഭരണ സാമ്പത്തിക സംവിധാനത്തെ സമഗ്രമായി പഠിക്കാൻ വിദഗ്ധ സ്ഥാപനങ്ങളുടെ സേവനം തേടണമെന്നും ഹൈക്കോടതി ഉപദേശിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള വിദഗ്ധ സ്ഥാപനങ്ങളുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ നിർദ്ദേശം ഗുരുവായൂർ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്നത്. ഓഡിറ്റിൽ ചൂണ്ടിക്കാട്ടിയ പോരായ്മകൾ, നിലവിലെ സ്ഥിതിഗതികൾ എന്നിവ അറിയിക്കാൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിലെ ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റിൻ്റെ ചുമതലയുള്ള സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറോട് നാളെ നേരിട്ട് ഹാജരാകാനും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. വഴിപാടായി ലഭിച്ച സ്വർണം, വെള്ളിപ്പാത്രങ്ങൾ, കുങ്കുമം എന്നിവയുടെ കണക്കുകൾ കൃത്യമായ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഓഡിറ്റർ കണ്ടെത്തുന്നു. എന്തായാലും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ, പ്രത്യേകിച്ച് മഹാക്ഷേത്രങ്ങളുടെ ഒരവസ്ഥയാണ് ഇത്. അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിൽ മത്സരിച്ചിരുന്ന NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതുമാണ്. അതായത് ഗുരുവായൂർ മണ്ഡലത്തിലൊരു ഹിന്ദു MLA വേണം എന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതൊരു വർഗീയ പരാമർശമായി പിന്നീട് ചർച്ച ചെയ്യുകയും ആ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നുണ്ട്. ആ സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ UDF അടക്കം വിഷയമാക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ എല്ലാ അമൂല്യ വസ്തുക്കളും കൊള്ള ചെയ്യപ്പെടുന്നു, അത് ഉന്നയിക്കണ്ടേ എന്നൊരു ചോദ്യമാണ് അന്ന് B. ഗോപാലകൃഷ്ണൻ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി പോലും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വിലപിടിപ്പുള്ള സ്വർണം, അതുപോലെ മറ്റ് അമൂല്യ വസ്തുക്കൾ, ഇതൊക്കെ സൂക്ഷിക്കേണ്ടത് ക്ഷേത്രം ഭാരവാഹികളാണ്, ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വം ബോർഡാണ്. അത് കൃത്യമായി അവിടെ തന്നെ ഉണ്ട്, അത് മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുറപ്പുവരുത്താനാണ് ഈ ഓഡിറ്റിങ്ങും വാർഷിക കണക്കെടുപ്പും എല്ലാം വച്ചിരിക്കുന്നത്. പക്ഷേ അത് കൃത്യമായി നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കള്ളക്കളികൾ അവിടെ ഉണ്ടാകും എന്ന് തീർച്ചയായും എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. അത്തരത്തിൽ ഭക്തരുടെ കാണിക്ക, അതുപോലെ തന്നെ ഭഗവാന്റെ സമ്പത്ത്, ഇതിനൊന്നും വലിയ രീതിയിൽ പ്രാധാന്യം നൽകാത്ത ഒരു ഭരണസമിതിയാണ് ഗുരുവായൂർ ഭരിക്കുന്നത് എന്നുകൂടി
പറഞ്ഞു വച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ശബരിമല എന്നത് ഗുരുവായൂർ പോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലാണ് വർഷങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീകോവിലിൽ നിന്നും സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകോവിൽ ഭാഗങ്ങളിൽ പൂശിയ സ്വർണ്ണമാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത്. പകരം ആ ചെമ്പ് തകിടുകളിലെ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തി അവിടെ വയ്ക്കുകയായിരുന്നു. ഇങ്ങനെ ശബരിമല പോലെയുള്ള ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങൾ കേരളത്തിൽ കൊള്ളയടിക്കപ്പെടുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഓഡിറ്റിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അമൂല്യ വസ്തുക്കൾ കാണാനില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ഇത്തരത്തിൽ ദേവസ്വം അധികൃതരും ദേവസ്വം ഉദ്യോഗസ്ഥരുമെല്ലാം ഇത്തരത്തിലുള്ള ഈ ഓഡിറ്റിന് ശേഷം കണ്ടെത്തുന്ന ഇടപാടുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിരിമറികൾക്ക് നേരത്തെ തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വിവിധ ദേവസ്വം ബോർഡുകളിൽ ഭഗവാന്റെ അമൂല്യ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ ഇപ്പോൾ പുറത്തു വന്ന ഓഡിറ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം ഓഡിറ്റ് റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾക്കൊന്നും അന്നത്തെ സർക്കാരുകൾ ചെവി കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഒരു രീതി തുടരുകയാണോ എന്നൊരു സംശയം ഉയരുകയാണ്. ഗുരുവായൂർ ഓരോ മലയാള മാസവും ഗുരുവായൂരിൽ ദർശനം നടത്തുന്ന മന്ത്രിമാരുള്ള നാടാണ്. അതായത് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കെ മുരളീധരനും എല്ലാം അത് മുടങ്ങാതെ നടത്തുന്ന വ്യക്തികളാണ്. ഇങ്ങനെ മന്ത്രിമാരുള്ളിടത്ത് പോലും ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കുന്നു. അത് കോടതിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു എന്നതാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക. എന്തായാലും സർക്കാർ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രമക്കേടുകൾക്കെതിരെ കാര്യക്ഷമമായ അന്വേഷണത്തിന് ഉത്തരവിടും എന്നാണ് പ്രതീക്ഷ. എന്തായാലും കേസ് ഹൈക്കോടതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. അതേസമയം തന്നെ കേസുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാനായി ഈ കേരള സംസ്ഥാന ഓഡിറ്റിൽ ചൂണ്ടിക്കാട്ടിയ പോരായ്മകൾ, നിലവിലെ സ്ഥിതിഗതികൾ എന്നിവ അറിയിക്കാൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിലെ ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റിൻ്റെ ചുമതലയുള്ള സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറോട് നാളെ നേരിട്ട് ഹാജരാകാനും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വഴിപാടായി ലഭിച്ച സ്വർണം, വെള്ളിപ്പാത്രങ്ങൾ, കുങ്കുമം എന്നിവയുടെ കണക്കുകൾ കൃത്യമായ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമൊക്കെയാണ് ഈ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുവായൂരിൽ ശുദ്ധികലശം നടത്താൻ പുറപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറെ കോടതി വിളിച്ചു വരുത്തിയിരിക്കുകയുമാണ്.